അയൽവാസികൾ തമ്മിൽ വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന നല്ല നാളുകൾ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ചിലയിടത്ത് അയൽക്കാരുടെ ദ്രോഹം കാരണം നാട് വിട്ടു പോകേണ്ടി വന്ന സ്ഥിതി പോലും ഉണ്ടായവരുണ്ട്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ വൃദ്ധ ദമ്പതികൾക്ക് നേരെ അതിക്രമം കാട്ടിയത് സമീപത്തെ വീട്ടിൽ താമസിക്കുന്നയാളാണ്. മിന്നൽ വിജയൻ എന്ന് വിളിക്കുന്ന വിജയനും ബന്ധുവായ ബോബനും ചേർന്ന് വീട്ടിലേക്ക് കല്ലെറിഞ്ഞെന്നും ഗേറ്റ് വെട്ടിപ്പൊളിച്ചതായും പരാതി. കുറ്റിച്ചൽ സ്വദേശി ഷാജിയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. വനിതാ കമ്മീഷനിലും ദമ്പതികൾ പരാതി നൽകിയിട്ടുണ്ട്. തച്ചങ്കോട് അരികിൽ റോഡ് ഇമ്മാനുവൽ ഹൌസിൽ ഷാജിയുടെ ഭാര്യ ജോളി നൽകിയ പരാതിയിൽ അയൽവാസി തടത്തരിക്കത്ത് വീട്ടിൽ മിന്നൽ വിജയൻ എന്ന് വിളിക്കുന്ന വിജയൻ, ബന്ധുവായ KSRTC ജീവനക്കാരൻ ബോബൻ എന്നിവർക്കെതിരെ നെയ്യാർ ഡാം പോലീസ് കേസെടുത്തു. 2 പെൺമക്കളും വിദേശത്തായതിനാൽ അസുഖബാധിതരായ ഷാജിയും ജോളിയും മാത്രമാണ് ഈ വീട്ടിൽ താമസം. നിരന്തരം മദ്യപിച്ചെത്തി വെട്ടുകത്തിയുമായി ഭീഷണിപ്പെടുത്തുന്നതായും സ്ത്രീകളുടെ അടക്കം വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നതായും ദമ്പതികൾ നൽകിയ പരാതിയിൽ പറയുന്നു. വീട്ടുകാർ പുറത്തുപോകുന്ന സമയം നോക്കി ഗേറ്റിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തുകയും വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവൻ തുറന്നു വിടുകയും ചെയ്യുന്നത് ഇവരുടെ പതിവ് രീതിയാണ്. വീടുപണിയുടെ സമയത്ത് വിജയനെ ജോലിക്ക് നിർത്തിയിരുന്നു. എന്നാൽ പണിക്കായി ഇറക്കിയ കമ്പി വീട്ടുകാർ അറിയാതെ വിജയൻ വിറ്റത് ചോദ്യം ചെയ്തതോടെയാണ് ശത്രുത തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ വീടിന്റെ ഗേറ്റ് വെട്ടുകത്തിക്കൊണ്ട് വെട്ടിപ്പൊളിക്കുകയും കല്ലെറിഞ്ഞ് ലൈറ്റ് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ തൊട്ടടുത്ത നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മടങ്ങിയെത്തിയപ്പോൾ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിലായിരുന്നു. പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ വിജയനും സംഘവും വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി രാവിലെ 9 മണിക്ക് ഇവിടുന്ന് പോയി. 9 മണിക്ക് പോയിട്ട് തിരിച്ച് 12:30 വന്നപ്പോഴത്തേക്ക് ജനലിൽ എറിഞ്ഞു പൊട്ടിച്ചു. ഞങ്ങൾക്കിപ്പോൾ പുറത്തുള്ള ഞങ്ങൾ ഇവിടുന്ന് മാറിക്കൂടും, ഈ നാട് വിട്ട് പോകണം. ഇത്രയും ഞങ്ങൾ എൻ്റെ കുട്ടിയാണ് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ വെച്ചതാണ്. ഞങ്ങൾ ആരെയും മോട്ടിച്ചൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിടക്കുമ്പോൾ അമ്മയും പപ്പയും സേഫ്റ്റി ആക്കിയതാണ്. ഇപ്പം അമ്മയ്ക്കും പപ്പയ്ക്കും സേഫ്റ്റിയല്ല. എൻ്റെ കുട്ടി പറഞ്ഞ അതും തകർന്നിരിക്കണം. 26 വയസ്സ്. ആ കുട്ടി തകർന്നിരിക്കണം. ആ കുട്ടി അന്യനാട്ടിൽ കിടന്ന് രക്തം വെള്ളമൊക്കെ പൈസയാണ്, അല്ലാതെ അല്ല. ദമ്പതികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാർ ഡാം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DGP, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവർക്കും ജോളി പരാതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.